എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഒരു വിഷയം നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കിവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ കൂടിയിരിക്കുന്ന പല ആളുകൾക്കും സത്യം എന്താണെന്നറിയില്ല. ഇവരൊക്കെ ഞാൻ പോകുമ്പോ ഇനി എന്നെ വേറെ രൂപത്തിൽ പലതും പറയും. ഇപ്പൊ തന്നെ എന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് എന്റെ പോക്കറ്റ് നിറയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന ആരോപണം ഇപ്പൊ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. തന്നെ ആ ദീനെ മുറുകെ പിടിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് എന്റെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ടു തരണമെന്നും എന്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ദുആ ചെയ്യണമെന്നും എന്റെ മക്കൾ പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കരുതണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. മാതാപിതാക്കള്, കൂടപ്പറപ്പിയങ്ങള് തൻ്റെ ബാല്യകാല സുഹൃത്തുക്കളോടൊപ്പം സുന്ദരമാക്കേണ്ട ബാല്യകാലത്ത് തന്നെ നമ്മൾ ഏതോ നാട്ടിൽ ദർസ് പഠിക്കാൻ വേണ്ടി പോയി. എന്തിനു വേണ്ടിയാണ്? ദീൻ പഠിക്കുക എന്ന അതിയായ ആഗ്രഹത്തിന്റെ പേരിലാണ്. ദീനെല്ലാം പഠിച്ച് 8-9 വർഷക്കാലം തൻ്റെ നാട്ടുകാരും വീട്ടുകാരെയൊക്കെ വിട്ടു നിന്നതിന് ശേഷം പിന്നീട് ബിരുദധാരിയായി ഏതോ ഒരു നാട്ടിൽ ജോലിക്ക് പോകുമ്പോഴും ഭാര്യ, മക്കൾ ഇവരെയൊക്കെ ആഴ്ചയിൽ 1-2 ദിവസമാണ് നമ്മൾ കാണുക. ഇങ്ങനെല്ലാം മറ്റൊരു മഹലിൽ പോയി ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഇഹപര വിജയത്തിന് വേണ്ടി നമ്മൾ നന്മ പറഞ്ഞു കൊടുത്തും അവരെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചും പ്രാപ്തരാക്കിയൊക്കെ നമ്മൾ ആ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുമ്പം നമുക്ക് കിട്ടുന്ന വടയും ചായയും ഇതുപോലെ കറിയേപ്പില എടുത്ത് കളയുന്ന പോലത്തെ ദുരവസ്ഥയാണ്. എൻ്റെ പ്രിയപ്പെട്ട മതപണ്ഡിതന്മാരോട്, പ്രത്യേകിച്ച് നമ്മുടെ മുഅല്ലിമീങ്ങൾ, അതുപോലെ തന്നെ യുവാക്കളായ ഉസ്താദന്മാരോട് പറയാണ്, നമ്മുടെ കഴിഞ്ഞ തലമുറ പോട്ടെ, ഇനിയുള്ള തലമുറ ചിന്തിക്കേണ്ടത് നമ്മൾ നിർബന്ധമായിട്ടും സ്വയം പര്യാപ്തരാവണം. നമ്മൾ ഈ പള്ളി, അട്ടിപ്പാത്രം ഇതിന്റെ ചുറ്റും വട്ടം കറങ്ങുന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു മഹാലോകം നമ്മൾ കാണണം. നമ്മളിൽ ഓരോരുത്തരിലും നല്ല മികവുറ്റ പ്രതിഭകളുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. നമ്മളിലൊക്കെ നല്ല മികവുറ്റ പ്രതിഭകളുണ്ട്. ഈ പ്രതിഭകളെ പുറത്തെടുക്കുകയും നമ്മൾ സ്വയം നമ്മുടെ കഴിവുകളെ സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി സന്നദ്ധമായി ഓരോരുത്തരും തയ്യാറാവുകയാണെങ്കിൽ, നല്ലവണ്ണം പ്രഭാഷണം നടന്നവരുണ്ട്, നല്ല വായന കൊണ്ട് വായനാ സമ്പന്നരായ ആളുകളുണ്ട്. അവരുമൊക്കെ സംസാരിക്കുമ്പോഴുള്ള അവരുടെ ആ വിശാലമായ വായനയുടെ അർത്ഥഗർഭമായ വാക്കുകൾ നമ്മുടെ മുമ്പിൽ അവർ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അന്തം വിട്ടു, ഇത്രയും കഴിവുണ്ടോ? ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ നല്ല മേന്മയുള്ള മികവുറ്റവരായി മാറണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന മഹല്ലുകളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയോ? നല്ല കമ്മിറ്റിക്കാരുണ്ട്, അള്ളാഹുവിന്റെ ദീനു വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടി സേവനം ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന പള്ളി, ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് പറയില്ല, ഇവിടെ വ്യാഴാഴ്ച തന്നെ ഇവിടുത്തെ പള്ളിയിലെ കമ്മിറ്റിക്കാർ, ഇവരാണ് ഇവിടുത്തെ ബാത്റൂം മറ്റുമൊക്കെ കഴുകുകയും വൃത്തിയാക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ പലയിടത്തും ഈ മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഇന്റർനാഷണൽ വേസ്റ്റുകൾ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വീട്ടിലാണെങ്കിൽ പെണ്ണുമ്പിള്ളയായിരിക്കും ഭരിക്കുന്നത്. അപ്പൊ പിന്നെ നല്ല തലപ്പാവ് ധരിച്ച ശുഭ്രവസ്ത്രധാരികളായ ആളുകളെ ഭരിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഭരണം ഒരു വല്ലാത്ത സുഖമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഭരിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ പരിപാലനമല്ല,